റാണയെ ഡൽഹിയിൽ എത്തിച്ച ശേഷമുള്ള ആദ്യത്തെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്, ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. NIA ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അവിടെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധന അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പരിശോധന നടന്നത്. അവിടെ നിന്നാണ് നേരെ ഇപ്പോൾ പട്യാല കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. കനത്ത സുരക്ഷയാണ് ഡൽഹിയിലാകമാനം തന്നെ പട്യാല കോടതിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് കോടതി നടപടികൾക്കനുസരിച്ച് മാത്രമേ NIA ആസ്ഥാനത്ത് എത്തിക്കുന്നുള്ളൂ. റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തിഹാർ ജയിലിലേക്ക്, അല്ലെങ്കിൽ കസ്റ്റഡി ആണെങ്കിൽ നേരെ NIA ആസ്ഥാനത്ത് കൊണ്ടുവരാനാണ് NIAയുടെ തീരുമാനം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി, റാണയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില മിസ്സിംഗ് ലിങ്ക്സുള്ള ചില കണ്ണികളുണ്ട്. ആ കണ്ണികൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള കനത്തമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും NIAയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ആരൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിന് സഹായം ചെയ്തിട്ടുള്ളത്, പ്രാദേശികമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അത് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് NIAയുടെ വിലയിരുത്തൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു 12 അംഗ സംഘത്തെ ഇപ്പോൾ NIA രൂപീകരിച്ചിരിക്കുന്നത്. NIA ആസ്ഥാനത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ചോദ്യം ചെയ്യൽ. ഡയറക്ടർ ജനറൽ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും നേതൃത്വത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയുടെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. പുറകിൽ നിന്നുള്ള ചിത്രം NIA ഉദ്യോഗസ്ഥർക്കൊപ്പം അയാൾ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.